നമ്മളെ കൂട്ടുകാരെ അടുത്ത പരിപാടി രണ്ട് സ്ട്രോൻ്റെ പൈപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, തണുത്ത വെള്ളം ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ചൂടുവെള്ളത്തിൽ ലേശം ഉജാല കലക്കി. ഓക്കെ, ഇതാ അടിയിൽ ചൂടുവെള്ളത്തിലാണ് പിന്നെ നീലം കലക്കിയത്, മേലെ തണുത്ത വെള്ളമാണുള്ളത്. ചെറുതായിട്ട് താഴേന്ന് മുകളിലോട്ടേക്ക് ട്രാൻസ്ഫർ ആകുന്നുണ്ട്. ഇനി മുകളിലത്തെ മൊത്തം ബ്ലൂ കളറായി മാറണം. ഇതാ ചെറിയ രീതിയിൽ അടിയിൽ നിന്ന് മുകളിലോട്ടേക്ക് ഉജാലൻ്റെ വെള്ളം വരുന്നുണ്ടേ. ഇതാ ഇപ്പോഴത്തെ എൻ്റെ കൈയിൻ്റെ ആംഗിളിനോട് ചേർന്നിട്ടുള്ള ആ പൈപ്പ് ജസ്റ്റായിട്ട് വരുന്നുണ്ട്. പ്രിയമുള്ള കൂട്ടുകാരെ, താഴേന്ന് മേലത്തെ ജാറിലേക്ക് ചെറുങ്ങനെ ഈ ഉജാല സ്പ്രെഡാകുന്നതായിട്ട് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കാണുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ആ മേലത്തെ വെള്ളത്തിൻ്റെ ഏറ്റവും മേലെയുള്ള ലെയറിൻ്റെ കളറിങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ റിഫ്ലക്ഷൻ പഠിച്ചതുപോലെ ഇതിപ്പോൾ നമ്മൾ ക്യാമറ എടുക്കുന്നതിൻ്റെ ഇടയിൽ എയറുണ്ട്. ഈ ഗ്ലാസ് ഒരു ഒബ്ജക്റ്റാണ്, അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം വേറൊരു ഒബ്ജക്റ്റാണ്. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിലൊരു സ്പൂൺ ഇട്ടിട്ട് വെച്ചാൽ സ്പൂൺ മുറിഞ്ഞു പോയ പോലെ തോന്നില്ലേ, അതുപോലെ ലൈറ്റ് ഇങ്ങനെ ഓരോ മീഡിയത്തിൽ നിന്ന് ഓരോ മീഡിയത്തിലേക്ക് മാറുമ്പോൾ റിഫ്ലക്ഷൻ പോലെയല്ല, റിഫ്ലക്ഷൻ നേരെ പോയിട്ട് തിരിച്ചു വരികയാണ്. ഇത് എയർന്ന് ഗ്ലാസ്സിലേക്ക് കടന്ന് ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ചെറിയ പിന്നെ ബെൻഡ് ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ മീനിനെ കണ്ടെടുത്തുനിന്ന് പിടിക്കാൻ നോക്കുമ്പോൾ മീനെ കിട്ടാണ്ടിരിക്കുന്നത്. ഇത് മുകളിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അടിയത്തെ ഹോട്ട് വാട്ടറിലാണ് നമ്മൾ പിന്നെ ഉജാല കലക്കിയത്. ഇതൊരു മൂടിയാണ്, മൂടിക്ക് 2 ഓട്ട വെച്ചിട്ട് ഗ്യാസ് ചൂടാക്കിയിട്ട് 2 ഓട്ട വെച്ചിട്ട് പൈപ്പ് ഇട്ടയാണ്. പിന്നെ മേലത്തേൽ തണുത്ത വെള്ളമാണ് എടുത്തത്. തണുത്ത വെള്ളം കണ്ടാൽ മനസ്സിലാവുമല്ലോ, ഒരു തണുത്ത വെള്ളമാണ് എടുത്തതെന്നുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തു നോക്കുക. പിന്നെ ഇത് മൊത്തം ഉജാല വെള്ളമാണ്. അതിലകത്ത് ടെക്സ്റ്റ് ബുക്കിലൊരു CAMnO4 പൊട്ടാസ്യം പെർമാഗ്നേറ്റിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. നമ്മളെ ലാബിലുണ്ട്. ചെറിയൊരു നീലപ്പൊടി എടുത്ത് കലക്കിയാൽ മതി, അപ്പം നീല കളറാവും. അല്ല ചെറുങ്ങനെ ലേശം നെറ്റിച്ചാൽ അതൊരു ഇൻഡിക്കേറ്റർ പോലത്തെ, നമ്മൾ മിത്തയിൽ ഓറഞ്ചും ഫിനോഫ്തലിൻ പഠിച്ച പോലെ തന്നെ ഒരു ഇൻഡിക്കേറ്ററാണ് CAMnO4. പിന്നെ ഇത് ഫുള്ള് ബ്ലൂ ആണ്. ഇവിടുന്ന് ഇവിടം വരെ പിന്നെ നമ്മൾ കളർലെസ് വെള്ളത്തിൻ്റെ കളറാണ്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡായിട്ടുള്ള മറ്റേ കളർ ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യണം.